ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ് ക്ലാസ്സസ്. ഓക്കെ, മിഷൻ ഒളിമ്പ്യാഡ് എന്ന പേരിൽ ഒളിമ്പ്യാഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിഷൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒളിമ്പ്യാഡ് എക്സാംസ് നമ്മൾ വളരെ പിന്നെ ഒരു ആവറേജ് അല്ലെങ്കിൽ അബോവ് ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടി അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുപാട് ഒളിമ്പ്യാഡുകൾ, സയൻസ് ഒളിമ്പ്യാഡ്, മാത്സ് ഒളിമ്പ്യാഡ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രം ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് എന്താണെന്നുള്ളതും ഏറ്റവും നല്ല സ്റ്റുഡൻസുമായിട്ട് മത്സരിച്ചുകൊണ്ട് നമ്മുടെ കഴിവ് നമുക്ക് മനസ്സിലാക്കുവാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ബയോളജി പാർട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ്സിലുള്ള പിന്നെ ബയോളജി പാർട്ടിൽ എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് വരാറുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ചോദ്യമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. വാട്ട് ഈസ് ദ കറക്റ്റ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്? ഇവിടെ ഒരു ഫ്ലോയുടെ രൂപം കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് പിന്നെ ഡയറക്ഷൻ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ABCD എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂറോൺസിന്റെ കുറെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായി നമുക്ക് നോക്കാം. ഉണ്ടല്ലേ, 2 ന്യൂറോണുകൾ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ട്രാവൽ ചെയ്യുന്ന രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ന്യൂറോണിന്റെ പാർട്ടുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി നമ്മുടെ 10th പഠിച്ചു കഴിഞ്ഞതായിരിക്കും, പിന്നെ നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. ന്യൂറോൺസിന്റെ പാർട്ട് എന്തൊക്കെയാണ്? ഒന്നാമത് ഇവിടെയാണ് സെൽ ബോഡി ഉള്ളത്. ആ സെൽ ബോഡിയോട് ചേർന്ന് നിൽക്കുന്നത് എന്തൊക്കെയാണ്? ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ് അല്ലെ, ഇവിടെ ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. അപ്പം ഈ ഭാഗം സെൽ ബോഡി, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്. ഇതെന്താണ്? വലിയ ഫിലമെന്റ്, നീളമുള്ള ഫിലമെന്റ്, ലോങ് ഫിലമെന്റ് ഏതാണ്? അത് ആക്സൺ ആണ് അല്ലെ. അപ്പൊ ഇത് ആക്സൺ ആണ്. പിന്നെ അതിന്റെ ബ്രാഞ്ചസ് ആക്സണായിട്ട്, അതിന്റെ ടിപ്പിൽ എന്തുണ്ടാകും? സിനാപ്റ്റിക് നോബ് ഉണ്ടാകും. അതിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുക. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ലല്ലോ. ഓക്കെ, അപ്പൊ എനിവേ ഇവിടെ കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ നോക്കുക. ആദ്യം ആക്സോൺ അല്ലെ, ആക്സണൈറ്റ്, അതായത് സിനാപ്റ്റിക് നോബ്, ആക്സണൈറ്റ്, ആക്സോൺ, സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വീണ്ടും സിനാപ്റ്റിക് നോബ്, ആക്സണൈറ്റ്, ആക്സൺ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണോ ശരിക്കും നമ്മുടെ ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നത്? അതായത് ഡെൻഡ്രൈറ്റിൽ നിന്നും തിരിച്ച് ആക്സണൈറ്റിലേക്ക് അങ്ങനെയാണോ ജമ്പ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല എന്ന് നമുക്കറിയാം അല്ലെ. ഇനി ബി നോക്കാം. ഇവിടെ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ആക്സണൈറ്റ്, ആക്സോൺ, സെൽ ബോഡി, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, വീണ്ടും ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സണൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. ഇങ്ങനെയാണോ? അതായത് ഒരു ഡെൻഡ്രൈറ്റിൽ നിന്നും അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് അങ്ങനെയാണോ? ഇവിടെ നമ്മൾ കണ്ടത് എന്താ? ഇവിടെ ഡെൻഡ്രൈറ്റിൽ നിന്നും അടുത്ത ആക്സണൈറ്റിലേക്ക്, സിനാപ്റ്റിക് നോബിലേക്ക്. ഇങ്ങനെയെല്ലാം നമ്മൾ മനസ്സിലാക്കി അല്ലേ. അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അത് അങ്ങനെയല്ല പിന്നെ ഇതിന്റെ ജമ്പിങ് എന്നുള്ളത്. അതായത് ഡെൻഡ്രൈറ്റിൽ നിന്നും ആക്സണൈറ്റിലേക്കല്ല. ഇവിടെയോ ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രൈറ്റിലേക്ക് എന്ന രൂപത്തിലാണ്. അതും അല്ല നമുക്കറിയാം. ഓക്കെ, ഇനി സി നോക്കാം. ഇവിടെ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ കൊടുത്തുള്ളത് കേട്ടോ. ഒന്നാമത് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സണൈറ്റ്, സിനാപ്റ്റിക് നോബ് അല്ലെ. സിനാപ്റ്റിക് നോബ് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ആക്സണൈറ്റ്, സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു, ഡെൻഡ്രൈറ്റ് അത് റിസീവ് ചെയ്യുന്നു. ഇത് ശരിയാണോ? നമുക്കറിയാം ഇതാണ് ശരി അല്ലേ. കാരണം എന്താ? ഇവിടെ ഇങ്ങോട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആക്സോൺ കഴിഞ്ഞ്, ആക്സണൈറ്റ് കഴിഞ്ഞ് അതിന്റെ ടിപ്പിൽ എന്തുണ്ട്? സിനാപ്റ്റിക് നോബ് ഉണ്ട്. അവിടുന്ന് സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യും? അവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടേക്ക് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? ഈ ഡെൻഡ്രൈറ്റുകൾ റിസീവ് ചെയ്യും, ഡെൻഡ്രോണിലേക്ക് എത്തും, സെൽ ബോഡിയിലേക്ക് എത്തും, സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ വഴി അടുത്ത ആക്സണൈറ്റിലേക്ക് എത്തും, അടുത്ത സിനാപ്റ്റിക് നോബിലേക്ക് എത്തും. അവിടുന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടെ റിലീസ് ചെയ്യും. എന്നിട്ട് അടുത്ത അതിനപ്പുറത്തുള്ള പിന്നെ ന്യൂറോൺ എന്ത് ചെയ്യും? അത് റിസീവ് ചെയ്യും. അത് അടുത്ത ഡെൻഡ്രൈറ്റുകൾ അത് റിസീവ് ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഇനി ഡിയും കൂടി നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഡെൻഡ്രൈറ്റുകൾ, അത് കഴിഞ്ഞ് സെൽ ബോഡി, ആക്സോൺ അല്ലെ, ആക്സണൈറ്റുകൾ, സിനാപ്റ്റിക് നോബ്, അവിടെ നിന്ന് എന്ത് ചെയ്യും? സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. അത് റിസീവ് ചെയ്യാൻ ഇവിടെ ആരാ ഉള്ളത്? വീണ്ടും സിനാപ്റ്റിക് നോബാണ്. എന്ന് വെച്ചാൽ സിനാപ്റ്റിക് നോബിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക്, അല്ലെങ്കിൽ ആക്സണൈറ്റുകളിൽ നിന്ന് ആക്സണൈറ്റുകളിലേക്ക്. അത് നടക്കുവോ? നടക്കൂല. അപ്പൊ ഇത് നടക്കൂല. ആകെ നടക്കുന്നത് ഇത് മാത്രമാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ച കാര്യമാണ്. സ്കൂളിലൊക്കെ നമ്മൾ പിന്നെ വളരെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ രൂപത്തിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ചെയ്യാൻ സാധിക്കണം. ഓക്കെ.